25-ാം പാർട്ടി കോൺഗ്രസ് ഈ വരുന്ന സെപ്റ്റംബർ മാസം 21 മുതൽ 25 വരെ പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും തലസ്ഥാനമായ ചണ്ഡീഗഡിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് താഴോട്ട് സംസ്ഥാന സമ്മേളനം, ജില്ലാ സമ്മേളനം, മണ്ഡല സമ്മേളനം, ലോക്കൽ സമ്മേളനം, ബ്രാഞ്ച് സമ്മേളനം ഇതെല്ലാം നടക്കുന്നത്. നമ്മുടെ മണ്ഡലത്തിൽ, കടക്കൽ മണ്ഡലത്തിൽ ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ 118 എണ്ണമുണ്ട്. ആ 118 എണ്ണവും കഴിഞ്ഞു. 8 ലോക്കൽ സമ്മേളനം ഉണ്ടായിരുന്നു. ആ 8 ലോക്കൽ സമ്മേളനവും കഴിഞ്ഞു. അത് നല്ല വൻപിച്ച ജനപ്രാതിനിധ്യത്തോടു കൂടിയാണ്, പങ്കാളിത്തത്തോടുകൂടിയാണ് ആ പ്രകടനങ്ങളെല്ലാം നടന്നത്. ഇനി നമുക്ക് ഈ 8 സമ്മേളനങ്ങൾ, ലോക്കൽ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മണ്ഡല സമ്മേളനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. അപ്പോൾ 16, 17, 18 തീയതികളിൽ ചിതറ പഞ്ചായത്തിൽ വെച്ചാണ് ഈ സമ്മേളനം നടക്കുന്നത്. ചിതറയിൽ കിഴക്കും ഭാഗത്ത് പഞ്ചായത്ത് ടൗൺ ഹാളിൽ ആണ് ഈ സമ്മേളനം നടക്കുന്നതിൻ്റെ പൊതുയോഗം നടക്കുന്നത് 16-ാം തീയതി. 16-ാം തീയതി കാനം രാജേന്ദ്രൻ നഗറിൽ വെച്ചാണ് പൊതുയോഗം നടക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ നമ്മുടെ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സമ്മേളനത്തിൻ്റെ ഭാഗമായി കൊടിമര ജാഥ, ബാനർ ജാഥ, പതാക ജാഥ ഇതെല്ലാം ആ സമ്മേളന നഗരിയിൽ എത്തിച്ചേരും. പതാക ജാഥ വരുന്നത് ഇട്ടിവയിൽ നിന്നാണ്, ഇട്ടിവയൽസിൽ നിന്നാണ് പതാക ജാഥ. ബാനർ ജാഥ ഈ കടക്കൽ വിപ്ലവ സ്മാരകത്തു നിന്നാണ് അതിൻ്റെ പ്രയാണം ആരംഭിക്കുന്നത്. അതുപോലെ കൊടിമര ജാഥ മടത്തറയിൽ നിന്ന് നമ്മുടെ മരണപ്പെട്ട പുരുഷോത്തം സഖാവിൻ്റെ സ്മൃതി കുടിയിലെത്തുന്നതാണ്. അത് കൊടിമര സമ്മേളന നഗരി ഉയർത്താനുള്ള കൊടിമരം കൊണ്ടുവരും. അതെല്ലാം കൂടി എത്തിച്ചേരുമ്പോൾ ചിതറയിൽ വെച്ച് ചിതറ ലോക്കൽ കമ്മിറ്റിയുടെ നല്ല വൻ പ്രകടനം അവിടെ ഉണ്ടാകും. ആ പ്രകടനത്തിൻ്റെ തൊട്ടു പുറകെയായിരിക്കും ഈ പറയുന്ന ബാനർ ജാഥ, പതാക ജാഥ, കൊടിമര ജാഥയൊക്കെ വരും. അത് സമ്മേളനം നഗരിയിലെത്തുമ്പോൾ യോഗം ആരംഭിക്കും. യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ സംഘാടക സമിതിയുടെ കൺവീനർ കൂടിയായ BG കുറുപ്പ് അതിൻ്റെ അധ്യക്ഷനായിരിക്കും. അവിടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം ആ യോഗം ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ആ പരിപാടികൾ യോഗം അവസാനിക്കുകയും പിറ്റേ ദിവസം രാവിലെ R. രാമേന്ദ്രൻ, നമ്മുടെ ജില്ലയുടെ മുൻ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് R. രാമേന്ദ്രൻ സഖാവ്, ആ സഖാവിൻ്റെ പേരിലുള്ള നഗറിലാണ് പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നത്. നമ്മുടെ 8 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുള്ള പ്രതിനിധി സഖാക്കളെല്ലാം ഏതാണ്ട് 231 പ്രതിനിധികൾ അവിടെ എത്തിച്ചേരും. ആ സഖാക്കൾ എത്തിച്ചേരുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സഖാവ് മുല്ലക്കര രത്നാകരനാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ 2 ദിവസങ്ങളിലായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട സഖാക്കളെല്ലാം ആ യോഗത്തിൽ ഈ 2 പരിപാടികളുമായി പങ്കെടുക്കും. സഖാവ് ബിനോയ് വിശ്വം, സഖാവ് KR ചന്ദ്രമോഹൻ, നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സഖാവ് ചിഞ്ചുറാണി, അതുപോലെ തന്നെ മുല്ലക്കരയും സാംഗഡാനിലും ലതാദേവിയും അടക്കമുള്ള സഖാക്കൾ ആ യോഗത്തിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കും. അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അറിയിക്കാൻ. ലോക്കൽ കമ്മിറ്റിയുടെ പേരെന്ന് പറഞ്ഞ